നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗിൽ FC ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. ഹാട്രിക്കുമായി ബ്രസീലിയൻ താരം റാഫിഞ്ഞ മിന്നിക്കെത്തിയ മത്സരത്തിൽ 5-2 അവർ സെവിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. റാഫിഞ്ഞയുടെ ഹാട്രിക്കിലെ 2 ഗോളുകൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. കൂടാതെ ഒൽമോയും കൻസേലോയും അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തി. എന്നാൽ മറുഭാഗത്ത് ഓസോയും അതുപോലെ ജിബ്രീൽ സോയുമാണ് സെവിയയുടെ ഗോളുകൾ നേടിയിരുന്നത്. ഗാവി മടങ്ങിയെത്തി. അത് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മടങ്ങി വരുമെന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഫ്ലിക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പ് നൗ ഗാവി പേര് ചാൻഡ് ചെയ്യുകയായിരുന്നു. ഒടുവിൽ അവസാനത്തെ 10 മിനിറ്റിനായിട്ട് കോച്ച് ഗാവിയെ കളിക്കളത്തിലേക്ക് വിട്ടു. മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റൂണി ബർദയും ലെവൻഡോസ്കിയും റാഫിഞ്ഞയുമാണ് ഒരുമിച്ചിറങ്ങിയത്. റൊട്ടേഷൻ നടത്തുക എന്നുള്ളത് ഫ്ലിക്ക് തീരുമാനിച്ച കാര്യമാണ്. കാരണം സുപ്രധാന മത്സരങ്ങൾ വരികയാണ്. കളിയുടെ തുടക്കത്തിൽ തന്നെ ബാഴ്സലോണയുടെ ആധിപത്യമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ അവർക്ക് പെനാൽറ്റി ലഭിച്ചു. അത് ഗോളാക്കി മാറ്റി റാഫിഞ്ഞ. 10ാമത്തെ മിനിറ്റിൽ ബാഴ്സ ഏകപക്ഷീയമായ ഒരു ഗോളിനും മുന്നിൽ. 20ാമത്തെ മിനിറ്റിൽ വീണ്ടും പെനാൽറ്റി. ഒരിക്കൽ കൂടി റാഫിഞ്ഞ എടുക്കുന്നു. 2-0 ലീഡായി. തുടർന്ന് 39ാമത്തെ മിനിറ്റിൽ ഒൽമോയുടെ ഗോൾ കൂടി വന്നപ്പോൾ അവർ കളി വിജയിച്ചു എന്ന് ഉറപ്പാക്കിയിരുന്നു. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഓസയിലൂടെ ഒരു ഗോള് സെവിയ മടക്കിയടിച്ചു. രണ്ടാം പകുതിയിൽ പിന്നീട് കാര്യങ്ങൾ മാറി. റാഫിഞ്ഞയുടെ ഗോൾ വിറക്കുന്നു. 52ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക് പൂർത്തിയാവുന്നു. 4-1. 61ാമത്തെ മിനിറ്റിൽ ജാവോ കൻസേലോയുടെ ഗോൾ കൂടി വന്നതോടെ 5-1 ലീഡിലേക്ക് ബാഴ്സലോണ കടന്നുപോയി. അങ്ങനെ കളി മുന്നോട്ട് പോകവേ 67ാമത്തെ മിനിറ്റിൽ റൊണാൾഡ് അറൗഹോ കളിക്കളത്തിലേക്ക് വന്നു. നായകൻ അറൗഹോ. 68ാമത്തെ മിനിറ്റിൽ റൂണിക്ക് പകരം യമാലും വരുന്നു. അപ്പം ആരാധകർ ചാൻഡ് ചെയ്യുന്നത് എന്താ? ഗാവിയുടെ പേരാണ്. ഗാവി ഇറങ്ങണം എന്നുള്ള ഒരു ആകാംക്ഷ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ചാൻഡായിട്ട് മാറി. 80ാമത്തെ മിനിറ്റിൽ ഗാവി കളിക്കളത്തിലേക്ക് വരുന്നു. റാഫിഞ്ഞയെ പിൻവലിച്ച് 80 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വരുന്ന ഘട്ടത്തിൽ റൊണാൾഡോ അറൗഹോ ചെയ്തൊരു കാര്യമുണ്ട്. ക്യാപ്റ്റൻ്റെ ആംബാൻഡ് കൊണ്ടുപോയി ഗാവിക്ക് കൊടുക്കുന്നു. അറൗഹോ മോർ ദാൻ എ ക്യാപ്റ്റൻ, ഒരു സംശയവും വേണ്ട. അത് ഏതായാലും 83ാമത്തെ മിനിറ്റിൽ ഗാവി കളിക്കളത്തിലേക്ക്. കളിയുടെ അവസാനത്തിൽ ഓസോയുടെ അസിസ്റ്റിൽ നിന്ന് ജിബ്രീൽ സോ ഒരു ഗോള് കൂടി സെവിയയ്ക്ക് വേണ്ടി മടക്കി. പക്ഷേ 5-2 തകർപ്പൻ ജയം തന്നെ ബാഴ്സലോണ സ്വന്തമാക്കി. അങ്ങനെ 28 കളികളിൽ നിന്ന് 70 പോയിൻറ്റോടെ ലാലിഗയിൽ അവർ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇത്രയും കളികളിൽ നിന്ന് 66 പോയിൻ്റ് റയൽ മാഡ്രിഡിനുള്ളൂ, അവർ 2ാമതാണ്. അത്രയും കളികളിൽ നിന്ന് 57 പോയിൻ്റ് അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ളൂ, അവർ 3ാമതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.